ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങയിട്ട് വെച്ചിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്കിത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പുട്ട്, ചപ്പാത്തി ഇതിൻ്റെ കൂടെയോ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മാങ്ങ വേണം. മാങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം കളയാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടിത് മുറിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ 1/4 ഭാഗം വരെ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ മാങ്ങ 1/4 ഭാഗം മൂപ്പായിട്ടുള്ളൊരു മാങ്ങയാണ്, അധികം മൂക്കാത്ത മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം വരെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വേണം. അതിനുവേണ്ടി മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി ആവോലി മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരു 6 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും ഉള്ളിയും ഇതിൽ ചേർത്തതിന് ശേഷം നമുക്കിത് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തന്നെ വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് സമയം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിത് വഴന്ന് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത മസാല ഒന്ന് മൂത്ത് വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങളിൽ മസാലയെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ കറിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവോലി മീനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തവി കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. മീൻ കഷ്ണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ കറി ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഒരു 4 മിനിറ്റ് സമയം അടച്ച് വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. മീൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കറിയുടെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറിയിൽ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പാത്രം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം അടച്ച് വെക്കാനായിട്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയിട്ട് വെച്ചിട്ടുള്ള ആവോലി മീൻ കറി തയ്യാറായി കഴിഞ്ഞു. വളരെ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അഥവാ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.